السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني ويفقهوا قولي. ബഹുമാനവും ആദരവും നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽ മഹദറത്തുൽ ജലാലിയ ദർസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ജലാലീസ് അസോസിയേഷൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന റബി ക്യാമ്പയിൻ, അതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന മങ്കൂസ് മൗലിദ് ആശയ പഠനത്തിൻ്റെ 6ാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. അള്ളാഹു നമ്മുടെ ഈ ഒരു കേൾക്കലും പറയലും പരിപൂർണമായി ഫലം ലഭിക്കുന്ന സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹമാക്കപ്പെട്ട ഈ ഒരു മാസം വേണ്ടതുപോലെ ആദരിക്കാനും ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ കബൂലിയത്തുള്ളതാവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പദ്യ രൂപത്തിൽ രചിക്കപ്പെട്ട മങ്കൂസ് മൗലിദിൻ്റെ ആദ്യത്തെ ഹദീസും ആദ്യത്തെ ബൈത്തിൻ്റെ 4 വരികളും നമ്മൾ അതിൻ്റെ ആശയത്തോടു കൂടെ പറയുകയുണ്ടായി. ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്, ഇന്നനാ നർജു ഇലാ കഅസി ഹൗദിക ലിൽ അതാഷ് യൗമ നശ്രി കിതാബിയ സയ്യിദി ഖൈറൻ നബി. ഇന്നനാ തീർച്ചയായിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, ഇലാ കഅസി ഹൗദിക നിങ്ങളുടെ ഹൗലിൻ്റെ കോപ്പകളിലേക്ക്, ഹൗലുൽ കൗസറിൻ്റെ കോപ്പയിലേക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആർക്കുള്ള? ലിൽ അതിഷ് ദാഹമകറ്റാൻ മഹ്ശറയിൽ സൂര്യൻ കത്തിജ്വലിക്കുന്ന സൂര്യൻ്റെ അടിയിൽ നിന്നുകൊണ്ട് ദാഹിച്ച് വലഞ്ഞു നിൽക്കുന്ന ആ സാഹചര്യത്തിൽ ദാഹമകറ്റാൻ വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട പ്രത്യേക സ്ഥാനമാണ്, അല്ലെങ്കിൽ പ്രത്യേക ഹൗലാണ് ഹൗലുൽ കൗസർ എന്നുള്ളത്. ആ ഹൗലുൽ കൗസർ എല്ലാ നബിമാർക്കും ഹൗലുണ്ട്, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗല്, ആ ഹൗലാണ് ഹൗലുൽ കൗസർ എന്നുള്ള ഹൗല്. ഒരുപാട് ആളുകൾ, മുഅ്മിനീങ്ങളായ ഒരുപാട് ആളുകൾക്ക് കുടിപ്പിക്കപ്പെടുന്ന ആ ഹൗലുൽ കൗസർ, അതിലെ പാനീയം, അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ദാഹമുണ്ടാവുകയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത അതാണ്. കുടിച്ചാൽ പിന്നീട് ഒരിക്കലും ദാഹമില്ലാത്ത ഒരു ജലമാണ് അതിലുള്ളത്. പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ വാസനയുമുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു പാനീയമാണ് ഹൗലുൽ കൗസർ എന്നുള്ളത്. ഒരു മാസത്തെ വൈദൂരം അതിൻ്റെ ഹൗലിന് ഒരു മാസത്തെ വൈദൂരം അത്രയും നീണ്ടു കിടക്കുന്ന വലിയ ഹൗലാണത്. അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമായി അള്ളാഹു നൽകിയതാണ് ഹൗലുൽ കൗസർ എന്നുള്ളത്. യൗമ നശ്രി കിതാബി, എൻ്റെ കിതാബിന് വിതരണം ചെയ്യപ്പെടുന്ന ആ ദിവസം, അഥവാ മഹ്ശറ ദിവസം, ആ മഹ്ശറ ദിവസത്തിൽ കുടിപ്പിക്കപ്പെടുന്ന ഹൗലുൽ കൗസറിലേക്ക് ഞാൻ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. യാ സയ്യിദി ഖൈറൻ നബി. الشفاعة هب لنا في القيامة مشفقا وأهلنا ينضاء يا سيدي خير النبي. അടുത്തതായി പറയാണ്, ഷഫാഅത്ത ഹബിലന, നബിയെ നിങ്ങളുടെ ഷഫാഅത്ത് ഞങ്ങൾക്ക് ഓശാരമായി നൽകണമേ. ഫിൽ ഖിയാമത്ത്, ഖിയാമത്ത് നാളിൽ, മുഷ്ഫിക്കൻ വാത്സല്യമുള്ള അവസ്ഥയോടുകൂടിയുള്ള അങ്ങയുടെ ഷഫാഅത്ത് ഞങ്ങൾക്ക് ഓശാരമായി നൽകണമേ. വാഹ്ലന ഇല്ലാഅയ, ആ ഷഫാഅത്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അത് വളരെ കഷ്ടകരമായ കാര്യമാണ്. ഷഫാഅത്തില്ലെങ്കിൽ, ഞങ്ങൾക്ക് നിങ്ങളുടെ ഷഫാഅത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം വളരെ പരിതാപകരമാണ്. യാ സയ്യിദി ഖൈറൻ നബി. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ ഷഫാഅത്തിൻ്റെ കാര്യം, മഹ്ശറയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് കൊണ്ട് മാത്രമാണ് അവിടെയുള്ള ലോകാദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ആളുകളും അവിടെ രക്ഷപ്പെടാനിരിക്കുന്നത്. അവിടെയുള്ള മഹ്ശറയിലെ ഘട്ടം, അവിടെയുള്ള ജനങ്ങൾ പറഞ്ഞു പോകും, അവിടെ അദാബിൽ അകപ്പെട്ട ജനങ്ങൾ പറഞ്ഞു പോകും, ഞങ്ങൾ നരകത്തിലേക്ക് പോയാലും ഈ മഹ്ശറയിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വരെ വിചാരിച്ചു പോരുന്ന ആ ഒരു സാഹചര്യത്തിൽ വർഷങ്ങളോളം
ആ പ്രയാസം അനുഭവിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയും അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നുകൊണ്ട് പ്രയാസം ബോധിപ്പിക്കുന്ന സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് ശുപാർശ നൽകുകയും ചെയ്യും. അതേപോലെ ശുപാർശകളെ പറ്റി നമ്മൾ പറഞ്ഞു. അതേപോലെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ അങ്ങനെ ഷഫാത്ത് ചെയ്യാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കും. ആ ഷഫാത്തിലുള്ള പ്രതീക്ഷ അർപ്പിക്കുകയാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാത്ത് ലഭിക്കാൻ കാരണമാകുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് വളരെ നിസ്സാരമായി കാണുന്ന പല പ്രവർത്തനങ്ങളും, പ്രത്യേകിച്ച് ബാങ്കിന് ശേഷമുള്ള ദുആ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് കാണാം, ഇതിൻ്റെ അവസാനം വജബത്തുൽ ലഹു ഷഫാഅത്തി. ആ ബാങ്കിന് ശേഷമുള്ള ആ ദുആ കൃത്യമായി നിറവേറ്റുന്ന അയാൾക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് നിർബന്ധമായിരിക്കുന്നു എന്ന് കാണാം. നമ്മൾ പലപ്പോഴും അശ്രദ്ധവാന്മാരായി ദുആ ചെയ്യുന്ന ഒരു ദുആ ആണ് ബാങ്കിന് ശേഷമുള്ള ദുആ. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ദുആ ചെയ്യുമ്പോൾ വളരെ ആത്മാർത്ഥമായി പലപ്പോഴും ദുആ ചെയ്യാറുണ്ട്. പക്ഷേ ബാങ്ക് കൊടുത്ത് അതിനുശേഷമുള്ള ഒരു ദുആ, അത് നമ്മൾ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തുൽ ഖായിമ അങ്ങനെ ഒരു ദിക്ർ ചെല്ലുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു അശ്രദ്ധവാനായിട്ട് അങ്ങനെ ഒരു ചൊല്ലിപ്പോവാറാണുള്ളത്. ദുആ എന്ന് പറയുന്ന സമയത്ത് ഹൃദയത്തിൽ നിന്നുള്ള തേട്ടമാണ്. പ്രത്യേകിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നാളെ മഹ്ശറയിൽ ലഭിക്കുന്ന ഒരുപാട് സ്ഥാനങ്ങൾ നൽകണം എന്ന് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. നമ്മൾ ദുആ ചെയ്താലും ഇല്ലെങ്കിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് നൽകപ്പെടുക തന്നെ ചെയ്യും. എന്നാൽ പിന്നെ എന്തിനാ ദുആ ചെയ്യുന്നത്? ആ ദുആ കാരണത്താൽ നമ്മൾക്ക് നേട്ടമുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും വലിയ നേട്ടം സ്വർഗത്തിൽ പ്രവേശിക്കുക, ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു നേട്ടം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ആ ദുആ മുഹമ്മദ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരീഅത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആ ദുആ പലപ്പോഴും നമ്മൾ അശ്രദ്ധവാന്മാരായിട്ടാണ് ദുആ ചെയ്യാറുള്ളത്. അത് ശ്രദ്ധയോടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേട്ടം ലഭിക്കണം എന്ന നല്ലൊരു ബോധ്യത്തോടെ, നല്ലൊരു ചിന്തയോടെ ആ ദുആ നമ്മൾ പതിവാക്കണം. അങ്ങനെ പതിവാക്കുന്ന ആൾക്ക് വലിയ പ്രതിഫലങ്ങൾ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാം. ബാങ്കിനെ ബഹുമാനിക്കുക, ആ ബാങ്കിനെ ബഹുമാനിക്കുന്നതോടുകൂടെ ഈ ദുആയും വളരെ ആദരവോടെ, വളരെ ആത്മാർത്ഥതയോടെ ദുആ ചെയ്യാൻ ഓരോ മുഅ്മിനീങ്ങളും ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. അസ്സലാത്തു അലൻ നബി കുല്ല വഖ്തിൻ ദായിമ ലാഹ നജ്മു ഫിസ്സമാ സയ്യിദി ഖൈറൻ നബി. അസ്വലാത്തു, നമ്മൾ സ്വലാത്തിൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞു. അസ്വലാത്തു അലൻ നബി വസ്സലാമു അല റസൂൽ എന്നത് പ്രതിപാദിച്ചപ്പോൾ സ്വലാത്തിൻ്റെ അർത്ഥം പറയുകയുണ്ടായി. ആ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഉണ്ടാവട്ടെ. കുല്ല വഖ്തിൻ ദായിമ, എല്ലാ സമയത്തും നിത്യമായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ഉണ്ടാവട്ടെ. ലാഹ നജ്മുൻ, നക്ഷത്രം തെളിയുന്ന കാലം അത്രയും, ഫിസ്സമ, ആകാശത്തിൽ നക്ഷത്രം തെളിയുന്ന കാലം അത്രയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ അള്ളാഹുവിൻ്റെ സ്വലാത്ത് ഉണ്ടാവട്ടെ. സയ്യിദി ഖൈറൻ നബി. ആകാശത്തിൽ നക്ഷത്രം തെളിയുന്ന കാലം എന്ന് പറഞ്ഞാൽ അതൊരു, നമ്മൾ സാധാരണ ഒരു 1,000 എന്നൊക്കെ പറയാറില്ലേ, ഒരറ്റമില്ലാത്ത കാലം എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ആകാശത്തെ നക്ഷത്രമുള്ള അന്ന് നമ്മൾ കാണുന്ന ആ ദിവസങ്ങളിൽ സ്വലാത്തുണ്ടാവട്ടെ എന്നോ, അല്ലെങ്കിൽ ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പോ ശേഷമോ, അല്ലെങ്കിൽ അത് നശിച്ചതിന് ശേഷമോ സ്വലാത്ത് ഇല്ല എന്നോ ഒന്നും അതിൽ അർത്ഥമില്ല. കലാകാലം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്തുണ്ടാവട്ടെ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഹദീസും അതിൻ്റെ ബൈത്തുമാണ് നമ്മൾ ആശയം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞത് അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രതീക്ഷകൾ മഖ്ദൂം തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് തവസ്സുൽ ചെയ്തുകൊണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതെല്ലാം നമുക്കും അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുക, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് ലഭിക്കുക, അവിടുത്തെ ഒരു തിരുനോട്ടം, റഹ്മത്തിൻ്റെ ഒരു തിരുനോട്ടം നമ്മളുടെ ഹൃദയത്തിലേക്ക് നോക്കിക്കിട്ടുക, അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. ആ പ്രതീക്ഷ അല്ലാഹു സഫലമാക്കി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.